നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയിൽ വ്ളാഡിമിർ പുടിന് എതിരാളികളുണ്ടെങ്കിൽ അവർ ഒരിക്കലും അവിടെ റഷ്യയിൽ വാഴില്ല എന്ന് തന്നെയാണ് ഉത്തരം. 2018 6 വർഷം കൂടി റഷ്യ ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പുടിൻ അധികാരത്തിൻ്റെ ആ കസേരയിൽ അങ്ങനെ കൂടുതൽ ശക്തനായിരുന്നു. പ്രസിഡന്റ് പദവിയിൽ തുടരാൻ പുടിൻ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയും റഷ്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചു. ഇതിനിടെ തനിക്കെതിരെ ശബ്ദിച്ചവരെയെല്ലാം നിശബ്ദരാക്കി പുടിൻ. നവൽനിയെയും വിടാതെ വേട്ടയാടി. കള്ളക്കേസുകളും വിഷപ്രയോഗവുമെല്ലാമാണ് പിന്നാലെ ചെന്നത്. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തികൾ തിരഞ്ഞു കണ്ടുപിടിച്ച് ക്രിമിനൽ കേസുകളിൽ കുടുക്കുകയും ചെയ്തു. അതിൽ അന്വേഷണം തുടങ്ങി. 5 കൊല്ലം തടവ് ശിക്ഷയായിരുന്നു ആദ്യത്തെ പ്രതികാര നടപടി. പക്ഷേ ജനകീയ പ്രതിഷേധത്തിന് പിന്നാലെ അപ്രതീക്ഷിതമായി തടവിൽ നിന്ന് മോചിപ്പിച്ചു. മോസ്കോ മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അനുവദിച്ചു. 2017 വന്നപ്പോൾ വീണ്ടും കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി. ഇത്തവണ ഫണ്ട് വെട്ടിപ്പ് കുറ്റം ചുമത്തിയായിരുന്നു നടപടി. പുടിനെതിരെ 2018 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന നവൽനിയുടെ മോഹം അതോടെ വിഫലമായി. പുടിനെതിരെ മത്സരിക്കുമ്പോൾ അത് വലിയൊരു ജനകീയ പിന്തുണ നേടും എന്ന് അറിയാമായിരുന്നു. അവിടെയാണ് ഇദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയത്. കുറ്റങ്ങളെല്ലാം നവൽനി നിഷേധിച്ചു. കടുത്ത ശബ്ദത്തിൽ വിമർശിക്കുകയും ചെയ്തു. പുടിൻ രാഷ്ട്രീയ വൈരം തീർക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. എങ്കിലും എതിരാളികളെ വേട്ടയാടുന്ന പുടിൻ്റെ സ്വഭാവം നന്നായി അറിയുന്നവർ നവൽനിയെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നാണ് ചിന്തിച്ചത്. എന്നാൽ അതിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. വീഴ്ത്താൻ വിഷപ്രയോഗമായിരുന്നു പിന്നാലെ ചെന്നത്. സൈബീരിയയിൽ നിന്ന് മോസ്കോയിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനത്തിൽ വെച്ച് നവൽനി അബോധാവസ്ഥയിലായി. തുടർന്ന് വിമാനം തന്നെ തിരിച്ചിറക്കി സൈബീരിയയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുടിനും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരും തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നവൽനിയുടെ കുടുംബവും അനുയായികളും സംശയം ഉയർത്തി. രാഷ്ട്രീയ എതിരാളികളെ പുടിൻ നിശബ്ദരാക്കിയ രീതി നോക്കിയാൽ ഈ സംശയം സ്വാഭാവികമായിരുന്നു. അദ്ദേഹത്തെ ഇല്ലാതാക്കുകയായിരുന്നു പുടിൻ്റെ ലക്ഷ്യമെന്നായിരുന്നു ആരോപണം. എന്നാൽ ആരോപണങ്ങൾ റഷ്യ നിഷേധിച്ചു. നിരന്തര അഭ്യർത്ഥനകൾക്കും ആവശ്യങ്ങൾക്കും ഒടുവിൽ ജർമ്മൻ സന്നദ്ധ സംഘടനയായ സിനിമ ഫോർ പീസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ബെർലിനിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലെ ചാരിറ്റി ആശുപത്രിയിൽ അദ്ദേഹം അബോധാവസ്ഥയിൽ കിടന്നു. 32 ദിവസമാണ് അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞത്. അതിൽ 24 ദിവസവും അദ്ദേഹം ICUവിലായിരുന്നു. പിന്നാലെ നവൽനിക്ക് വിഷബാധയേറ്റുവെന്ന് സ്ഥിരീകരിച്ചു. സൈനിക ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവത്തിൽ വിഷാംശമാണ് കണ്ടെത്തിയത്. ആശുപത്രി കിടക്കയിൽ നിന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നാലെ തന്നെ കൊല്ലാൻ ശ്രമിച്ചതായി റഷ്യൻ ഏജൻറ്റ് കുറ്റസമ്മതം നടത്തിയതായി നവൽനി വെളിപ്പെടുത്തി. തൻ്റെ അടിവസ്ത്രത്തിൽ വിഷം ഒളിപ്പിച്ചിരുന്നതായും ഇതാണ് തന്നെ മരണത്തിൻ്റെ വക്കോളം എത്തിച്ചതെന്നുമായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. പലവട്ടം കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നവൽനിയെ വീണ്ടും പുടിൻ വേട്ടയാടി അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിലടക്കുകയായിരുന്നു. പലതരത്തിലുള്ള കേസുകളിൽ പെടുത്തി അറസ്റ്റ് ചെയ്തതോടെ 2021 മുതൽ കൊടും ക്രിമിനലുകളെ താമസിപ്പിക്കുന്ന അതിസുരക്ഷാ ജയിലിലാണ് നവൽനി. പരോൾ ചട്ടലംഘനം ആരോപിച്ചായിരുന്നു അറസ്റ്റ്. തുടർന്ന് കോടതിയലക്ഷ്യ കുറ്റം ആരോപിച്ച് 9 വർഷത്തെ ശിക്ഷ. ആരോഗ്യം വഷളായിട്ടും ജയിലിൽ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു. വിഷപ്രയോഗം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വഷളാക്കിയെന്നും ചികിത്സ നൽകണമെന്നും ചൂണ്ടിക്കാട്ടി റഷ്യയിലെ 400ഓളം ഡോക്ടർമാർ പുടിന് തുറന്ന കത്തെഴുതുകയുണ്ടായി. വിദേശ ഏജൻ്റാണ് നവൽനിയെന്നും വിദേശ ശക്തികളുടെ പിന്തുണയോടെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നുമായിരുന്നു പുടിൻ്റെ ഒടുവിലത്തെ ആരോപണം. തന്നെ ആജീവനാന്തം ജയിലിലടയ്ക്കാൻ തനിക്കുമേൽ തീവ്രവാദ കുറ്റവും രാജ്യദ്രോഹ കുറ്റവും ആരോപിക്കുന്നുവെന്നായിരുന്നു വീഡിയോ കോൺഫറൻസ് വഴിയുള്ള വിചാരണയ്ക്കിടെ നവൽനി വാദിച്ചത്. 11.5 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു വരുമ്പോഴാണ് ഈ തീവ്രവാദ സംഘടനകൾക്ക് സഹായധനം നൽകിയെന്നാരോപിച്ച് 19 വർഷത്തെ അധിക തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഭരണകൂടത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ഭീകരവാദം തുടങ്ങിയ തീവ്രമായ കുറ്റകൃത്യങ്ങളാണ് നവൽനിയുടെ മേൽ തുടർന്ന് ചുമത്തിയത്.
അങ്ങനെ പരമാവധി ശിക്ഷ നവൽനിക്ക് നൽകണമെന്നായിരുന്നു വാദം. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് നവൽനിയുടെ പിന്നിലെന്ന് പുടിന് സംശയമുണ്ടായിരുന്നു. അങ്ങനെ രാജ്യദ്രോഹ കുറ്റമായതിനാൽ തന്നെ 20 വർഷത്തേക്ക് ജയിൽ ശിക്ഷ നീട്ടണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ട് ഇതിലാണ് 19 വർഷത്തേക്ക് കൂടി ജയിൽ ശിക്ഷ നീട്ടി ഉത്തരവുണ്ടായത്. റഷ്യയുടെ നിയമചരിത്രത്തിൽ ഒരു നേതാവിന് ലഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ശിക്ഷാ കാലാവധിയാണ് നവൽനിക്ക് ലഭിച്ചത്. റഷ്യൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴാണ് ഈ മരണം നടന്നിരിക്കുന്നത്. 2024 മാർച്ച് 17 നടത്താനിരിക്കെയാണ് നവൽനിയുടെ മരണം. പുതിൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ പ്രഖ്യാപനം ഉണ്ടാകും. 2024 പുടിൻ്റെ 6 വർഷ പ്രസിഡന്റ് കാലാവധി അവസാനിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി പ്രകാരം അതിനുശേഷവും 2 അംഗം കൂടി ബാക്കിയുണ്ട്. ഇതുവഴി 2036 വരെ പ്രസിഡന്റായി തുടരാനാകും. റഷ്യൻ രാഷ്ട്രീയത്തിൽ സമഗ്രാധിപത്യമുള്ള പുടിന് എതിരാളികളെ ഇല്ല. വലിയ വിമർശകനായ നവൽനി ജയിലിലും. നവൽനിയെ ആജീവനാന്തകാലം തടവിലിടാനാണോ പുടിൻ്റെ ലക്ഷ്യമെന്ന ചോദ്യം ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തെപ്പറ്റി ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുന്നത്.